യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും നിങ്ങളുടെ നേതാക്കളെയും നിങ്ങൾ അനുസരിക്കണേ. അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾക്കിടയിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണേ. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, മനുഷ്യരാണ് നിങ്ങൾ, അഭിപ്രായമുള്ളവരാണ് നിങ്ങൾ, വ്യത്യസ്തങ്ങളായ ബുദ്ധിയും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ധാരണകളുമുള്ളവരാണ് നിങ്ങൾ. സ്വാഭാവികമായും ഒരു കൂട്ടം ആളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, ഭിന്നിപ്പുകൾ ഉണ്ടായേക്കാം. ആ ഭിന്നിപ്പുകൾ വന്നു പോയാൽ ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, അവിടെ അല്ലാഹു നേതാക്കളെ മാറ്റിവെച്ചു. നേതാക്കളുടെ പിന്നാലെ പോകണം എന്നല്ല പറഞ്ഞത്. ആ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കി തീരുമാനമുണ്ടാക്കണേ. ആ വിഷയത്തെ റബ്ബിലേക്കും റസൂലിലേക്കും മടക്കിയിട്ട് തീരുമാനമുണ്ടാക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല പര്യവസാനം ഉണ്ടാകാനും അതുപോലെ തന്നെ ഏറ്റവും ഖൈർ സംഭവിക്കാനും നിങ്ങൾ സ്വീകരിക്കേണ്ട വഴി അതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലൂടെ നമ്മളോട് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടോ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം എന്ന് പറഞ്ഞാൽ അർറദ്ദു ഇലല്ലാഹി അർറദ്ദു ഇലാ കിതാബിഹി, അല്ലാഹുവിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമാം തബരി പറയുന്നു, അല്ലാഹുവിന്റെ കിതാബിലേക്ക് മടക്കണം, ഖുർആനിലേക്ക് മടക്കണം, ഖുർആൻ പഠിക്കണം, ഖുർആൻ ജീവിതഗന്ധിയാക്കി മാറ്റണം. വറദ്ദു ഇലാ റസൂലിഹി ഇൻ കാന ഹയ്യൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ എന്ത് പ്രശ്നമെങ്കിലും പ്രവാചകന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലണം, പരിഹാരം ചോദിച്ചുകൊണ്ട്. ഫൈൻ ഖബലഹു അല്ലാഹു ഇലൈഹി, ആ റസൂലുള്ളയെ അല്ലാഹു തിരിച്ചു വിളിച്ചു, അഥവാ റസൂൽ മരിച്ചു വഫാത്തായി പോയാൽ ഫറദ്ദു ഇല സുന്ന, അത് റസൂലുള്ളാഹിന്റെ ചര്യയിലേക്ക് മടക്കണം, പ്രവാചകന്റെ ചര്യയിലേക്ക് മടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നിന്ന് ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിനെതിരെ ഒരക്ഷരം കൊണ്ട് വർത്തമാനം പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നബിയിൽ നിന്ന് ഒരു കാര്യം സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞാൽ, പിന്നെ നിന്റെ ബുദ്ധിയും നിന്റെ ഗവേഷണവും നിന്റെ അഭിപ്രായവും ഒക്കെ മാറ്റിവെക്കുക. റസൂലിന്റെ തീരുമാനത്തിന് പൂർണ്ണമായും സമ്മതിക്കുക. റസൂലാണ് രാജാവ്, റസൂലാണ് രാജാവ്, റസൂലാണ് രാജാവ്. ആ റസൂലിന്റെ ഓർഡറിനപ്പുറം ഓർഡർ പറയാൻ, അഭിപ്രായം പറയാൻ ഒരാൾക്കും അവകാശമില്ല.